എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. സലിംകുമാറിൻ്റെ പ്രതിമ നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചെന്നു. എന്തോ ഒരു പ്രഹസനമാണ്, എന്തോ ഒരു തെറ്റായ, എന്തോ ഒരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. സലിംകുമാർ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ വെക്കണമെന്ന്? ഇല്ലല്ലോ. അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും എതിർക്കുന്ന ഒരു വ്യക്തിയാണിത്. ആ 1 കോടി രൂപയും കൊണ്ട് എത്രയോ പാവപ്പെട്ട ആളുകൾ കേരളത്തിലുണ്ട്. സലിംകുമാറിൻ്റെ പേരിൽ വീട് വെച്ചു കൊടുക്കും. ഈ പണം ജനങ്ങളുടെ നികുതി പണമാണല്ലോ, അല്ലാതെ കോൺഗ്രസിൻ്റെ പണമോ അല്ലെ ആരുടെ സലിംകുമാറിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന പണമോ ഒന്നുമല്ല. ജനങ്ങളുടെ നികുതി പണം കൊണ്ടോ ഒരു മരിച്ചുപോയ സിനിമാ താരത്തിൻ്റെ പേരിൽ പ്രതിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിമ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഇപ്പോഴും ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ, ആ കോടികൾ വരുമാനമാണ്. ഒരു നാട് തന്നെ ഡെവലപ്പായിപ്പോയി. അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ചെയ്യ്. ഇദ്ദേഹത്തിൻ്റെ പ്രതിമ വെച്ച് കഴിഞ്ഞാൽ കുറേ കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ആ പ്രതിമ കൊണ്ടുള്ള വരുമാനത്തിൽ ആ പ്രതിമ കാണാൻ വരികയും അതിനെ സംബന്ധിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തിട്ട് അതിൽ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകുവാണെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ എന്തിനാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് എന്തിനാണ് പ്രതിമ നിർമ്മിക്കുന്നത്? എത്രയോ അനശ്വര നടന്മാർ, മഹാന്മാരായ നടന്മാർ ഉണ്ടായിരുന്ന കേരളത്തിൽ മരിച്ചുപോയി. അവരുടെ ആരുടെയും പേര് പ്രതിമ ഒന്നും നിർമ്മിച്ചിട്ടില്ലല്ലോ. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എത്രയോ നടീനടന്മാർ, എത്രയോ നല്ല നടീനടന്മാരുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ പേരിലെങ്ങും ഒരു സ്മാരകവും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ്? ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ഈ സ്മാരകം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ ആ പണം ഉപയോഗിച്ച് ജനങ്ങളുടെ പാവപ്പെട്ട ആളുകൾ, എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഒരു ബസ് ചാർജ് കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ, പ്രായമുള്ള ആളുകൾ, കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ, എത്രയോ ആളുകളുണ്ട്. ആ 1 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട്, അത് ജനങ്ങളുടെ പണമല്ലാതെ നിങ്ങളുടെ സ്വന്തം പണം ഉപയോഗിച്ച് അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഡെയിലി കുറേ ആളുകൾക്ക് അന്നദാനം ചെയ്യും. കഴിക്കാൻ വകയില്ലാത്ത ആളുകൾക്ക് ഒരിടത്തൊരു ക്യാൻറ്റീൻ നിർമ്മിച്ചിട്ട് ആ കിട്ടുന്ന പലിശ കൊണ്ടുള്ള എത്ര പേർക്ക് ഫുഡ് ഡെയിലി കൊടുക്കാൻ പറ്റുമോ അവർക്ക് കൊടുക്കുക. അല്ലാതെ എന്തിനാണ് കാക്കയ്ക്ക് തൂറാനായിട്ട് പ്രതിമ? ഒരു പ്രയോജനമില്ല. നിങ്ങളെല്ലാം കേരളത്തിലെ വലിയ അഭ്യുതകാക്ഷികളും വിദ്യാഭ്യാസമുള്ളവരും പറഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാക്കയ്ക്ക് തൂറാനാണോ? ചെന്ന് നോക്കൂ, കാക്കയ്ക്ക് തൂറാനായിരുന്നോ എന്നുള്ളത്. കണ്ടാലറിയാം. വരുമാനം, കോടികളുടെ വരുമാനം, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയി. അവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുന്ന അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. കേരളത്തിൽ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നല്ല കാര്യം. ഇതുപോലുള്ള പ്രയോജനമുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലാതെ ചുമ്മാതെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അതെല്ലാം മഴയും വീണ് വെയിലും കൊണ്ട് കാക്കയും തൂറി പോകാനാണെങ്കിൽ എന്തിന് 1 കോടി രൂപ കളയുന്നു? 1 കോടി രൂപ ആരുടെ ആണേലും, പാർട്ടി ഫണ്ടിൽ നിന്നാണേലും, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പണമാണേലും, ജനങ്ങളുടെ നികുതി പണമാണേലും, എന്ത് കാണേലും ആ പണം കൊണ്ട് ഒരു പ്രയോജനമുണ്ടാകും. നമ്മുടെ കേരളത്തിൽ ഇന്നും തിരിച്ചു കിട്ടാവുന്ന യാതൊരുവിധ കാര്യങ്ങൾ ആ കേരളത്തിലില്ല. ജനങ്ങളെല്ലാം, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മൈഗ്രേറ്റ് ആയിപ്പോയി, കേരളത്തിൽ നിന്ന് വിട്ടുപോയി, കേരളം വിട്ടുപോയി. അത് അയൽ സംസ്ഥാനങ്ങളിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും കുടിയേറിപ്പോയി എല്ലാവരും കേരളത്തിലുള്ളവർ. കാര്യം അവിടെ വരുമാന മാർഗ്ഗം ഒന്നുമില്ല. 1 കോടി രൂപയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനി, എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിൽ തുടങ്ങും, കുഴപ്പമില്ല. അവിടെ 10 പേർക്ക് ജോലി കൊടുക്കൂ, ജോലിക്കുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കൂ, വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കൂ. അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കും എല്ലാവരും. സലിംകുമാറിൻ്റെ പേര് നിർമ്മിച്ച ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തോ ആണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാട്ടെ, എന്തുപോലും ആയിക്കോട്ടെ, 1 കോടി രൂപയും കൊണ്ട് എന്തുപോലും ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പേരിൽ ദിവസം വരുമാനം കിട്ടുന്ന 10 പേർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകുന്ന എന്തെങ്കിലും പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. വളരെ ഞങ്ങളൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഭരണകർത്താക്കളും കേരളത്തിലോട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരിൽ നിന്ന് നല്ല പ്രവർത്തനങ്ങളുണ്ടാകും, നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. അതെല്ലാം തകിടം മറിയുവാണ് തുടക്കത്തിൽ തന്നെ. അതുപോലെ തന്നെ ഫ്രീ ബസ് സർവീസ് എന്തിൻ്റെ ആവശ്യം? ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾ പെണ്ണുങ്ങൾ എന്തിനാണ് ബസ്സിൽ പോകുന്നത്? ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ. വിദ്യാർത്ഥികൾക്കും പ്രായമായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കും. അംഗവൈകല്യം കൊണ്ട് അവർക്ക് കൊടുക്കും. 60 വയസ്സിന് അപ്പുറമുള്ളവർക്കെല്ലാം ഫ്രീ കൊടുത്തേര്, നല്ല കാര്യം. പിള്ളേർക്ക് ഫ്രീ കൊടുക്കും, നല്ല കാര്യം. 1 ലക്ഷം രൂപ മേലെ ശമ്പളം കിട്ടുന്ന ആളുകൾക്കൊക്കെ എന്തിനാണ് ഫ്രീ കൊടുക്കുന്നത്? എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്കൂളിൽ പിള്ളേർക്ക് കഞ്ഞിയും പയറും കൊടുത്തിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ചിക്കനും മട്ടനും കൊടുക്കുന്നത് എന്തോ ഒരു വിരോധാഭാസമാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുക ചിക്കനും മട്ടനും, നല്ല ഫുഡും. ജയിലിൽ കിടക്കുന്നവർക്ക് കഞ്ഞിയും പയറും കൊടുക്കുക.
അന്നേരം കുറ്റകൃത്യങ്ങൾ കുറയത്തുള്ളൂ. ഇതുപോലുള്ള എന്തെല്ലാം ജനങ്ങളുടെ മനസ്സ് തിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ഭരണത്തിൽ വരുന്നവരും ചെയ്യുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്, കഷ്ടമായി തോന്നുന്നു. ഇതുപോലെ ഇപ്പോഴടങ്ങിയ പുതിയ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കളയുന്നു? നാട് നീളെ മൊത്തം പ്രതിമകളും കല്ലിട്ടും വെച്ചേക്കുന്നു. എന്ത് പ്രയോജനമാണ്? 10 രൂപ 1 കോടി രൂപ മുടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എന്ത് തിരിച്ച് കിട്ടും എന്നുള്ളത് നോക്കൂ. 10 രൂപ വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നെങ്കിൽ ചെയ്യുക, നല്ല കാര്യങ്ങൾ. ജനങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇത് ജനങ്ങളെ വിറപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന പാർട്ടി പോലും നാളെ ഇല്ലാതായിട്ട് BJP ഭരണത്തിൽ കയറും. എന്തുവേലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുക. അത് ഞങ്ങൾക്കൊക്കെ വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ മുഖ്യമന്ത്രിമാരും പുതിയ മന്ത്രിമാരും കയറുന്നുണ്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിന് വിപരീതമായ കാര്യങ്ങൾ ചെയ്യരുത്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ വേണ്ടാതീനങ്ങൾ കാണിക്കാതിരിക്കുക.